ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിലെ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ഡയറി നോക്കിയിരിക്കണം കേട്ടോ. ഓരോ ചാപ്റ്റേഴ്സ് ബേസ് ചെയ്ത് ഡയറി എഴുതിയിട്ടുണ്ട്, ചോദിക്കാൻ കൊള്ളാവുന്നേ. നോക്കിയിരിക്കുക. റെയിൽഗാഡി കെ അനുഭവിനെ പതിക്കോ അപ്പനെ പിതാക്കി യാദ് ദിലായി. കിഡ്കി എന്ന പാഠഭാഗത്തിൻ്റെ ഡയറിയാണ്. റെയിൽഗാഡിയിലെ അനുഭവങ്ങൾ, ട്രെയിനിലെ അനുഭവങ്ങൾ പതിക്ക് ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ കൊണ്ടുവന്നു, അല്ലെ ഓർമ്മ നൽകി. ഉസ്കി ഡയറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡയറി തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എഴുതുമ്പോൾ ഡയറിയുടെ ഫോമാറ്റ് നമുക്കറിയാം. ആദ്യം ഡയറി എന്ന് എഴുതുക, അല്ലേ? അതിനുശേഷം ലെഫ്റ്റിലേക്ക് മാറ്റി എന്ത് ചെയ്യണം? ഡേറ്റും ഡേയും ആഡ് ചെയ്യുക. ഹിന്ദിയിലെ താരിഖ് ഞാൻ സോമവാർ എന്ന് കൊടുത്തു കേട്ടോ. അതിനുശേഷം താഴേക്ക് വേണം എഴുതി തുടങ്ങാൻ. ആജ് കാ സഫർ ഫുലാ നഹീം സക്ത. ഇന്നത്തെ സഫർ എന്ന് വെച്ചാൽ ഇന്നത്തെ യാത്ര എനിക്ക് ഫുലാ നഹീം സക്ത, മറക്കാൻ കഴിയില്ല. ക്യോം കി സഫർ യാത്രയാണ്. ക്യോം കി എന്തുകൊണ്ടെന്നാൽ ഇസ് സഫർ മേം പിതാക്കെ ജീവൻ കാ അനുഭവ യാദ് ദിലായി. എന്തുകൊണ്ടെന്നാൽ ഈ യാത്രയിൽ പിതാവിൻ്റെ ജീവിത അനുഭവങ്ങൾ യാദ് ദിലായി ഓർമ്മയിലേക്ക് വന്നു. ഹോഷിയാർപൂർ മേ ഷാദിക്കോ ഭാഗ് ലേനെ കെ ലിയെ. ഹോഷിയാർപൂരിലെ ഷാദിക്ക് വിവാഹത്തിന് ഭാഗ് ലേനെ കെ ലിയെ പങ്കെടുക്കുവാൻ വേണ്ടി റെയിൽഗാഡിക്ക് ജനറൽ കോച്ച് മേ സഫർ കർനെ കാ നിശ്ചയ കിയ. റെയിൽഗാഡിയുടെ ജനറൽ കോച്ചിൽ സഫർ ചെയ്യാൻ, യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഹമാരെ ഡിബ്ബെ മേ ജമ്മു കി ഷാൾ ബേച്ചനെ വാലി ഏക് യുവതി ആയി. ഡിബ്ബ കമ്പാർട്ട്മെൻറ്റ്, ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലെ ജമ്മുവിലെ ഷാൾ വിൽക്കുന്ന ഒരു യുവതി വന്നു. വഹ പത്നി കോ ഷാൾ ലേനെ കെ ലിയെ ഇസ്രാർ കർനെ ലഗി. അവൾ എന്ത് ചെയ്തു? വഹെന്ന് വെച്ചാൽ അവൾ വന്ന ആ യുവതി ഭാര്യയെ ഷാൾ എടുക്കാൻ വേണ്ടി ഇസ്രാർ കർനെ ലഗി നിർബന്ധിക്കുവാൻ തുടങ്ങി. യുവതി കോ കം കീമത്ത് മേ ഷാൾ ബേച്ചനെ കി മസ്ബൂരി ഹോ രഹി തി. യുവതിക്ക് കം കീമത്തെ കുറഞ്ഞ വിലയ്ക്ക് ഷാൾ ബേച്ചന വിറ്റഴിക്കാൻ വേണ്ടി മസ്ബൂരി നിർബന്ധിത ആയി. ഷാൾ ബേച്ചത്തെ സമയം യുവതിക്ക് ആങ്കോമേ നമി ഥി. ഷാൾ വിറ്റ സമയത്ത് യുവതിയുടെ കണ്ണുകളിലെ നമി, ഈർപ്പം ഉണ്ടായിരുന്നു, അതായത് നനവ് ഉണ്ടായിരുന്നു. മേരെ പിതാഭി, എൻ്റെ പിതാവും റെയിൽഗാഡി മേ സാമാൻ ബേച്ച്, ട്രെയിനിലെ സാധനങ്ങൾ വിറ്റഴിച്ച് തക്കെ ഹാരെ ഘർ ആത്താത്തോ. തക്കെ ഹാരെ ക്ഷീണിതനായി വീട്ടിലേക്ക് വരുമ്പോൾ ഉൻകി ആങ്കോമേ ഭി ഐസി നമീധി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഇങ്ങനെ, അതല്ലെങ്കിൽ ഐസി എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള, അല്ല ഇതേപോലെയുള്ള ഒരു നമി, ഈർപ്പം ഉണ്ടായിരുന്നു. ക്യോം കി എന്തുകൊണ്ടെന്നാൽ ദോനോം കി ആർത്തിക പ്രയാസെ ഏക് സമാൻ ഥാ. എന്തുകൊണ്ടെന്നാൽ രണ്ടുപേരുടെയും ആർത്തിക എന്ന് വെച്ചാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ ഏക് സമാൻ ഥാ ഒരുപോലെ ആയിരുന്നു. ഇത്ര എഴുതി അത് കോളത്തിനകത്ത് വേണം ഡയറി എഴുതാൻ കേട്ടോ. കോളം വരച്ച് കൊടുക്കാം. അടുത്ത രണ്ടാമത്തെ ഡയറി നോക്കിയേ. റെയിൻ ബസേരമേ എന്ന പാഠഭാഗത്തിലെ അമർദലാൽ വേഗഡിൻ്റെ ഡയറിയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. അമർദലാൽ വേഗഡ് की पदयात्रा के बारे में अपनी ഡയറി ലിഖേ. അമർദലാൽ വേഗഡിൻ്റെ പദയാത്രയെ പറ്റി അദ്ദേഹത്തിൻ്റെ ഡയറി തയ്യാറാക്കുക. അതായത് ചോദിക്കാൻ കൊള്ളാവുന്ന അദ്ദേഹത്തിൻ്റെ ഡയറി ആയിരിക്കും ആ പാഠത്തിൽ കേട്ടോ. അങ്ങനെ എഴുതുമ്പോൾ ഡയറി നമുക്കറിയാമല്ലോ, ഡേറ്റും ഡേ ആഡ് ചെയ്യുക. അതിനുശേഷം നോക്കിയേ താഴേക്ക്. ആജ് കെ ദിൻ മേ ഏക് ഘടന ഹുവ. ഇന്നത്തെ ദിനത്തിൽ ഏക് ഘടന, ഒരു സംഭവം ഉണ്ടായി. മേം പദയാത്ര കർത്തെ പഥോഡ മേ പഹുഞ്ച എത്തി. ഞാൻ പദയാത്ര ചെയ്ത് പഥോഡ എന്ന ഗ്രാമത്തിൽ എത്തി, അല്ലേ? ബാരിഷ് കെ കാരൻ വഹാം രുക്കിന പട. ബാരിഷ് മഴ, രുക്കിന തങ്ങുക, നിൽക്കുക എന്നൊക്കെയാണ്. ബാരിഷ് മഴ കാരണത്താൽ അവിടെ തങ്ങേണ്ടതായി വന്നു. മേരെ സാത്ത് സഹായക ചോട്ടു ഫീ ഥാ. എൻ്റെ കൂടെ സഹായകനായ ചോട്ടുവും ഉണ്ടായിരുന്നു. രാത് മേ മന്ദിർ കെ ബരാമദ ഹമാര റെയിൻ ബസേര ഥാ. രാത്രിയിലെ ക്ഷേത്രത്തിൻ്റെ ബരാമദ, വരാന്ത, ഞങ്ങളുടെ റെയിൻ ബസേരയായി മാറി. രാത്രിയിലെ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം അറിയില്ലേ, പഠിപ്പിച്ചല്ലേ? നോക്കിയേ. സോത്തെ സമയ പാവ് കെ പാസ് ഏക്ക് പാഗൽ ആത്മി ലേട്ടെ ബെഡ്ബഡ രഹാ ഹെ. ബെഡബടാന്ന് വെച്ചാൽ പുലമ്പുക, പെറുപിറുക്കുക എന്നൊക്കെയാണ്. ലേട്ടിനാ കിടക്കുക. സോത്തെ സമയം, ഉറങ്ങിയ സമയത്ത് പാവിൻ്റെ കാലിൻ്റെ പാസിലായി അരികിലായി ഒരു പാകലായിട്ടുള്ള ആത്മീയ, ഒരു ഭ്രാന്തനായ മനുഷ്യൻ ലേട്ടെ കിടന്ന് പുലമ്പാൻ തുടങ്ങി. വഹ് ഹമേ ധമക്കായ. അയാൾ ഞങ്ങളെ എന്ത് ചെയ്ത്? ഭീഷണിപ്പെടുത്തി. ധമക്കാന ഭീഷണിപ്പെടുത്തുക. നോക്കിയേ. മേരി പിട്ടു എന്ന് വെച്ചാൽ പെട്ടി. ഖോൽക്കർ തുറന്ന് സാരി ചീസയും ബാഹർ ഫേങ്കത്തെ. എല്ലാ വസ്തുക്കളും ബാഹർ വെളിയിലേക്ക് ഫേങ്കത്തെ എറിഞ്ഞു. കിതാബ് ഹി വാപ്പസ് രഖ്. കിതാബ് പുസ്തകം ഹി മാത്രം വാപ്പസ് രഖ്, തിരികെ വച്ചു.
മെയിം ശിക്ഷകെ സമച്ചനെ കെ ബാദ് അച്ഛാ വ്യവഹാർ കിയ. ഞാനൊരു അധ്യാപകനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നല്ല വ്യവഹാർ പെരുമാറ്റം ആയിരുന്നു. അതെങ്ങനെ ചെയ്തു? ജാത്തെ വക്ത എന്ന് വെച്ച സമയം, പോകുന്ന സമയത്ത് മേരി മുട്ടി കോൽക്കറെ 20 പൈസ ഖാ സിഖാ രഖ്ദിയ. പോകുന്ന സമയത്ത് അദ്ദേഹം എന്താ ചെയ്തേ? എൻ്റെ മുട്ടിയിലേക്ക് എത്രയാ 20 പൈസയുടെ 20 പൈസയുടെ ഒരു സിക്ക, ഒരു കോയിൻ എൻ്റെ കയ്യിലേക്ക് വെച്ചു. വേക്ക് ഗുരു കോ നഹീം ദുനിയാക്കെ തമാം ഗുരുവും കോ ആദർ കർത്തെ ഹൈ. വേ അദ്ദേഹം, അതായത് പാകിലായ മനുഷ്യൻ, ഒരു ഗുരുവിനെയല്ല, തമാം എന്ന് വെച്ചാൽ പൂര, മൊത്തം ലോകത്തിലെ എല്ലാ ഗുരുക്കന്മാരെയും ആദരിക്കുകയും ചെയ്യും. ഇത്ര എഴുതി കോളം വരച്ച് കൊടുക്കണം കേട്ടോ. അടുത്ത ഡയറി നോക്കിയേ. വൈറ്റ് ക്യാപ്പ് എന്ന പാഠത്തിലെ കേശവൻ്റെയാണ് നോക്കിയിരിക്കുക. കഹാനിക്ക് അന്തമേ കേശവ് കെ പ്രതി ലഡുക്കൊങ്ക മനോഭാവ ബദലാവ് ആത്ത. അതായത് കഹാനിയുടെ അന്ത്, അവസാനം, കേശവൻ്റെ കെ പ്രതി നേർക്കെ ലഡുക്കൊങ്ക മനോഭാവ, കുട്ടികളുടെ മനോഭാവം ബദലാവ് ആത്താഹെ മാറുകയും ചെയ്തു. ഇസ്കെ ബാരമേ കേശവ് കി ഡയറി ലിഖേ. അതിനെപ്പറ്റി കേശവൻ്റെ ഡയറി തയ്യാറാക്കുക. ഡേറ്റും ഡേ ആഡ് ചെയ്തറിയാമല്ലോ. നോക്കി, ആജെ മുച്ചേക്ക് ഘടന യാദായ. ഇന്ന് എനിക്കൊരു ഘടന യാദ് വന്നു, ഓർമ്മ വന്നു. മേയും ഞാൻ മാം ബാപ്പു കെ സാത്തെ ഷഹർ മേം രഹിത ഥ. ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഷഹർ പട്ടണത്തിൽ താമസിക്കുക ആയിരുന്നു. ഹമാരെ അസ്ഥായി ഡേരെ സെ നികാൽ കർ ലഡുക്കൊങ്ക ക്രിക്കറ്റ് ദേക്ക. ഞങ്ങളുടെ താൽക്കാലിക ഡേരെ, അസ്ഥായി ഡേരെ എന്ന് വെച്ചാൽ താൽക്കാലിക ഷെഡ്, അതിൽ നിന്നും ഇറങ്ങി ബാഹർ വെളിയിലേക്ക് പോവുകയല്ലേ, ആ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി ആൺകുട്ടികളുടെ ക്രിക്കറ്റ് കണ്ടു. പോയി, അത് നമുക്കറിയാം, കോളനിയിലെ ചുറ്റിക്കറങ്ങി എന്ത് ചെയ്തു? ആൺകുട്ടികളുടെ ക്രിക്കറ്റ് കണ്ടു, പഠിപ്പിച്ചല്ലേ. മേം ഞാൻ റോസ് എന്ന് വെച്ചാൽ ഡെയിലി നീം കെ പേട് കി ഛായ മേ ബൈറ്റ് കറെ ഖേൽ ദേഖ. ഞാൻ പിന്നീട് എല്ലാ ദിവസങ്ങളിലും എന്ത് ചെയ്തു? ആ നീം കെ പേട്, വേപ്പുമരം, അതിൻ്റെ ഛായ തണലിലെ ബൈറ്റ് കർ ഇരുന്ന് കുട്ടികളുടെ ഖേൽ കാണുമായിരുന്നു, അല്ലെ കണ്ടു. ഖേൽത്തെ സമയ ബച്ചോं के बाल 3 मंजिल की इमारत के छत पर गिरा. ഖേൽത്തെ സമയ, കളിച്ച സമയത്തെ കുട്ടികളുടെ ബാൾ 3 മൻസിൽ എന്ന് വെച്ചാൽ 3 നില കെട്ടിടത്തിൻ്റെ ഇമാരത്തിൻ്റെ ഛത് റൂഫിലേക്ക് ചെന്ന് വീണു. മേൻ ഛത് പർ ചട്കറെ ബാൾ ലേക്കർ നീച്ചെ ഫേങ്ക. ഞാൻ ഛതിലേക്ക്, ആ റൂഫിലേക്ക് കയറി, ചട്ന കയറുക, ബാൾ എടുത്ത് നീച്ചെ താഴേക്ക് ഫേങ്ക എറിഞ്ഞു. ഇസ്കെ ബാദ് അതിനുശേഷം മെയിൻ വഹാം സേ നീച്ചെ ഗിര. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് താഴേക്ക് വീണു. ലഡ്കോം നെ മുച്ചെ അസ്പതാലെ ജാനെ കെ ലിയെ ഓട്ടോ ഫി ബുലായ. ലഡ്കോം കുട്ടികളെ എന്താ ചെയ്തേ? ആൺകുട്ടികൾ അസ്പതാൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോ ബുലായ, ഓട്ടോയും വിളിച്ചു. തഫി അപ്പോഴേക്കും മാം ബാപ്പാ കറെ മുച്ചെ അസ്പതാൽ മേ ലേഗയ. അപ്പോഴേക്കും ആര് വന്നു? അച്ഛനമ്മയും വരികയും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മേരാ ഏക്ക് ഹാത്ത് ഏക്ക് പാവ് പ്ലാസ്റ്റർ ചടാ ഹുവ. എൻ്റെ ഒരു ഹാത്ത് കൈക്കും ഒരു കാലിനും പ്ലാസ്റ്റർ ചടാ ഹുവ, പ്ലാസ്റ്റർ ഇട്ടു. ഹം ഗാവ് മേ ചലത്തെ സമയ ഖിലാടി. ഞങ്ങൾ ഗ്രാമത്തിലേക്ക്, അതിന് പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം കുട്ടിയെ വീട്ടിലേക്ക്, അതിൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് കിലാടികൾ എന്ത് ചെയ്തു? ബച്ചേ കുട്ടികളെ ആക്കർ ക്രിക്കറ്റ് കി സഫി സാമഗ്രി ഓട്ടോ കെ പീച്ചെ കി ജഗ് മേം രഗ. ആ ക്രിക്കറ്റിന് അവർ വാങ്ങിയ എല്ലാ സാമഗ്രികളും ഓട്ടോയുടെ പീച്ച് എന്ന് വെച്ചാൽ ബാക്ക് വശത്തെ സ്ഥലത്തേക്ക്, എന്ന് വെച്ചാൽ ബാക്ക് സീറ്റിലേക്ക് വച്ചു. ഏക്ക് ടീം കെ ക്യാപ്റ്റനെ ജേബ് സെ വൈറ്റ് ക്യാപ് നികലാക്കർ മേരെ സിർ പർ കർദി. ഒരു ടീമിൻ്റെ ക്യാപ്റ്റനെ ജേബ് പോക്കറ്റിൽ നിന്നും വൈറ്റ് ക്യാപ്പ് എടുത്ത് എൻ്റെ സിറിലേക്ക്, തലയിലേക്ക് വച്ചു. അബ് മേരാ മൻ ജൽദി ഷഹർ മേ ജാനെ കോ ചാഹ്താ ഹേ. ഇപ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് പട്ടണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എഴുതി കോളം വരച്ച് കൊടുക്കുക കേട്ടോ. അടുത്ത പാഠം ഹർമൻ്റെ പരിയിലടിക്കുകയാണ്. അതിലെയാണ് കൈദി ശിവർ മേം ഹർമൻ കെ ജീവൻ യാതന പൂർണ്ണ ഹേ. കൈദി ശിവർ എന്ന് വെച്ചാൽ ജയിലിലെ അറ്റൻഡിലെ ആ ഹർമൻ്റെ ജീവിതം യാതന നിറഞ്ഞത് ആയിരുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഡയറി തയ്യാറാക്കുക. ഡേറ്റും ഡേയും എഴുതിയതിന് ശേഷം നോക്കുക. ആജ് മേരാ മൻ സംഘർഷ സേ ഫരാധ. ഇന്നെൻ്റെ മനസ്സ് സംഘർഷം കൊണ്ട് ഫരാന്ന് വെച്ചാൽ നിറഞ്ഞു. മാംസെ അലഗ് ഹോക്കർ കൈദി ശിബിർ മേ പഹുഞ്ച. അമ്മയിൽ നിന്നും അലഗ് വേറിട്ട് കൈദി ശിബിറിലെ എത്തിച്ചേരുകയും ചെയ്തു. അബ മേരാ ജീവനെ മുസ്കിൽ ബനാ ഗയ. ഇപ്പോൾ എൻ്റെ ജീവിതം മുസ്കിൽ, പ്രയാസമുള്ളതായി തീർന്നു. വഹം സെ ഭോജൻ നഹി. അവിടെ നിന്ന് ആഹാരം കിട്ടിയില്ല. സവേരെ കദാർ മേ കടേ ഹോക്കറെ മാർച്ച് കർത്താ. സവേരെ എന്ന് വെച്ചാൽ രാവിലെ, സവേര രാവിലെ എന്ന വാക്കാണ്. കദാർ എന്ന് വെച്ചാൽ അതിന് നിരയായി നിന്ന് മാർച്ച് ചെയ്യണമായിരുന്നു. കേവലം ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേരി
ഹാത്തോം സെ ഖൂനെ ബഹ്തഥ, എൻ്റെ ഹാത്ത് കയ്യിൽ നിന്നും ഖൂൻ വെച്ച രക്തം ബഹ്ന ഒഴുകുകയും ചെയ്തു. മാ സ്വപ്നമേ ആക്കർ കഹ, മാം മാ സ്വപ്നത്തിൽ വന്ന് കഹ പറഞ്ഞു, ഏക്ക് പരി ആക്കർ തുമേ ബച്ചായകി, ഒരു പരി ഒരു മാലാഖ വന്ന് നിന്നെ എന്ത് ചെയ്യും, രക്ഷിക്കും, ബച്ചിന രക്ഷിക്കുക എന്ന്. ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും എന്ന് അമ്മ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു. രാത്തമേം പാനി ജൈസാ സൂപ്പ് ദിയ, രാത്രിയിലെ പാനി പോലെയുള്ള, അതായത് ജലം പോലെയുള്ളൊരു സൂപ്പാണ് ഞങ്ങൾക്ക് തന്നത്. ഹമാരെ ശിവർമേ ബിമാരിയാറെ ഫൂക്ക് മരീസേ അറേ മർഗേ, ഞങ്ങളുടെ ശിവർ, ഞങ്ങളുടെ താവളത്തിലെ ടെൻറ്റിലെ ബിമാരി, രോഗം കൊണ്ടും ഫൂക്ക് പട്ടിണി കൊണ്ടും ആളുകൾ എന്ത് ചെയ്തു, മർഗയ എന്ന് വെച്ചാൽ മരിച്ചുപോയി. മുച്ചയൊക്കെ പരിയിലെടുക്കി ബാഡ് കെ പാസെ ആക്കറെ രോസാന ഏക്ക് സേബ് ഫേങ്ക് ദിയ, എനിക്ക് മാലാഖയായ ഒരു പെൺകുട്ടി ബാഡിൻ്റെ മുള്ളുവേലിക്ക് അരികിലായി വന്ന് രോസാനയുടെ ദിവസവും ഒരു സേബ് എന്ന് വെച്ചാൽ ആപ്പിൾ ഫേങ്കിന എറിയുക, ഒരു ആപ്പിൾ എറിഞ്ഞു തരുമായിരുന്നു. ഉസ്കെ ബാരമേ മുച്ചെ കുച്ച് നഹീൻ ജാൻ തഥ, അവളെപ്പറ്റി കേബാരെ പറ്റി എനിക്കൊന്നും തന്നെ ജാൻ തഥ അറിയില്ലായിരുന്നു. വഹയ്യക്ക് ദയാലു, അവളൊരു ദയാലുവായിരുന്നു. ബഹാദുർ, സാമർഥ്യമുള്ളവളായിരുന്നു. കേത്തുമേം കാം കർണെ വാലി ഹേ, വയലിൽ ജോലി ചെയ്യുന്നവളും ആയിരുന്നു. യുദ്ധസമാപ്തി കർണയ്ക്ക് ബാദ്, യുദ്ധം അവസാനിച്ചതിന് ശേഷം മേം ഞാൻ അപ്പനെ ഭായിയോങ്കി സാത്ത് ഇംഗ്ലണ്ട് ചലാഗയ, ഞാൻ എൻ്റെ ഭായി സഹോദരങ്ങളുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് ചലാഗയ പോവുകയും ചെയ്തു. എഴുതി കോളം വരയ്ക്കണം കേട്ടോ. അവിടുത്തെ ആ കൈദീശിതുള്ള യാതനയുള്ള ആ ഡയറിയുടെ ഭാഗമാണ് നല്ലത് ചോദിക്കാൻ. നെക്സ്റ്റ് പാഠം ഗലീലിയ ആണ്. നോക്കുക, ഗലീലിയ കോ ചാന്ദ് ഉസ്കെ സാത്ത് ചൽ രഹാ താ और इसे അനുഭവം के बारे में ഡയറി ലിഖേ, ഗലീലിയയ്ക്ക് ചാന്ദ്, ചന്ദ്രൻ അവൻ്റെ കൂടെ ചലിക്കുന്നത് പോലെ തോന്നി. അതിനെപ്പറ്റിയുള്ള ഡയറി തയ്യാറാക്കുക. ഡേറ്റും ഡേ ആഡ് ചെയ്യുക, നോക്കിയിരിക്കുക. ആജ് മേരെ ജീവൻ മേ ഏക് അവസ്മരണീയ ഘടന ഹുവ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അവസ്മരണീയമായ ഒരു സംഭവം ഉണ്ടായി. പൂർണ്ണമാസി രാത് മേയും ചാന്ദ് കോ ദേഖ് കർ പഹാഡ് പർ ചढ़ രഹാ ഥാ, പൂർണ്ണമാസി അമാവാസി ദിവസത്തിൽ രാത്രിയിലെ ഞാൻ ചന്ദ്രനെ, ചാന്തെന്ന് വെച്ചാൽ ചന്ദ്രനെ നോക്കിക്കൊണ്ട് പഹാഡ് പർവ്വതത്തിലേക്ക് ചടാന്ന് വെച്ചാൽ കയറിക്കൊണ്ടിരിക്കുക ആയിരുന്നു. മുച്ചേ ലഗാക്കി, എനിക്കപ്പോൾ തോന്നി, ചാന്ദ് ഫി മേരെ സാത്തെ ചട്ട് രഹാദ, ചന്ദ്രനും എൻ്റെ കൂടെ കയറുന്നത് പോലെ. മേ ഉദാർത്തെ സമയ ഫി ഐസ ലഗാദ, ഞാൻ ഇറങ്ങിയ സമയത്തും അതുപോലെ തോന്നി, എന്നുവെച്ചാൽ ഇറങ്ങുന്നതായി തോന്നി ചന്ദ്രനും കൂടെ. മേനെ സോച്ച, ഞാൻ ചിന്തിച്ചു, ചാന്ദ് ഏക് ജഗഹ് പർ സ്ഥിർ ഹേ, മേരി നസർ ഹി ധോക്ക ഖാ രഹി ഹേ, ഞാൻ ചിന്തിച്ചു, ചന്ദ്രൻ ഒരു സ്ഥലത്ത് തന്നെയാണ്, ജഗഹ് സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിലകൊള്ളുന്നു. ഇതെൻ്റെ നസർ എന്ന് വെച്ചാൽ ദൃഷ്ടിയുടെ തോന്നലായിരിക്കാം എന്ന് തോന്നി. മേ സബൂത്ത് കെ ബിന സ്വീകർത്ത നഹി ഹേ, സബൂത്തെ തെളിവുകൾ കൂടാതെ, കെ ബിന കൂടാതെ ഒന്നും സ്വീകരിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് മേരെ ദോസ്തേ പഹാഡ് പർ ചട്ടെ ഉദർത്തിനെ കഹ, ഞാൻ എൻ്റെ ദോസ്തിനോട് ആ പർവ്വതത്തിലേക്ക് കയറുവാനും ഇറങ്ങുവാനും പറഞ്ഞു. ഉസ്നേഫി എന്ന് വെച്ചാൽ അവനും ഇസി പ്രകാർ കഹ, ഇതേപോലെ തന്നെ പറഞ്ഞു. അറിയാലോ, മുകളിലേക്ക് കയറുന്നു, താഴേക്ക് ഇറങ്ങുന്നതാണ്. ഇസെ മുച്ചേ സമച്ച, അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചാന്ദ് സ്ഥിർ ഹേ, ചന്ദ്രൻ സ്ഥിരമായി നിലകൊള്ളുന്നു. ചട്ന ഉദർന ഹമാരി നസ്റുങ്ക ദോക്കാഹേ, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു എന്നത് നമ്മുടെ നസർ കണ്ണുകളുടെ തോന്നൽ മാത്രം ആണ്. എഴുതി കൊടുക്കുക കേട്ടോ. ആ പാഠത്തിൽ നിന്നും ഡയറിയുടെ പോർഷൻ ചോദിക്കാൻ കൊള്ളാവുന്ന അവിടെ തന്നെയാണ്. പിന്നെ ഫാനൂസിൻ്റെ ഭാഗമുണ്ട്, അതിനേക്കാൾ നല്ലത് ഇതാണ് കേട്ടോ. റാന്തൽ വിളക്കറിയത്തില്ലേ, അതിനേക്കാൾ നല്ല ഇവിടെയാണ് ചോദിക്കാൻ കൊള്ളാവുന്നത്. അടുത്ത നോക്കിയേ, ദില്ലി മേ ഉന്നീത് എന്ന പാഠഭാഗത്തിൻ്റെയാണ്. ലേഖികാനെ ആട്ടോവാല രാജാറാം കെ ജീവൻ കെ ബാരെ മേ സോച്ച് കറേ അപ്പനെ ഡയറി ലിഖ, ഉസ് ഡയറി ലിഖേ. ലേഖിക ആട്ടോക്കാരനായ നമ്മുടെ രാജാറാമിൻ്റെ ജീവിതത്തെപ്പറ്റി സോച്ചന ചിന്തിച്ചു, എന്നിട്ട് ഡയറി എഴുതി. ആ ഡയറി തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡയറിയിൽ നിന്ന് എഴുതി താരിഖും ദിനും ആഡ് ചെയ്യാം. അതിനുശേഷം താഴേക്ക്, ആജ് മേരെ ജീവൻ മേ ഏക് അവസ്മരണീയ ഘടന ഹുവ, ഇന്നെൻ്റെ ജീവിതത്തിൽ അവസ്മരണീയമായ സംഭവമാണ് നടന്നത്. मैंने राजा राम नामक ഓട്ടോവാല കെ ബീമാരി और ഗരീബി ജീവൻ കെ ബാരെ മേ ജാനതാ താ. ഞാൻ ഓട്ടോക്കാരനായ രാജാറാം, പേരറിയാലോ, രാജാറാം എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ ബീമാരി രോഗത്തെപ്പറ്റിയും ഗരീബി ദാരിദ്ര്യമുള്ള ജീവിതത്തെപ്പറ്റിയും ജാനത അറിഞ്ഞു. ബാക്കി ദില്ലിക്ക് സടക്ക് പരെ ഓട്ടോ ചലാക്കറെ ജീവൻ ബിതാത്തേ ഹേ. അയാൾ ദില്ലിയിലെ സടക്ക് റോഡിലെ ഓട്ടോ ഓടിച്ചാണ് ജീവിതം കഴിയുന്നത്. ഓട്ടോ കെ 3 ഫീറ്റ് ലംബി പിച്ചലി സീറ്റ് പരെ സോത്തെ ഹായ്.
ഓട്ടോയുടെ തീന്ന് വെച്ചാൽ 3 ഫീറ്റ് എന്ന് വെച്ചാൽ ഫൂട്ട് 3 അടി മാത്രം ലംബി നീളമുള്ള ബാക്കിലെ സീറ്റിലാണ് അദ്ദേഹം സോത്തേഹെ ഉറങ്ങുന്നത്. അതായത് ഓട്ടോയിൽ തന്നെയാണ് ഉറങ്ങുന്നത്. അസംഭവ്യമായ ഉറക്കമാണ്, അവിടെയാണ് ഉറങ്ങുന്നത്. കേസെടുക്കുകയെ നൽ സേം പാനിയിലേക്ക് നഹലാത്തെ, റോഡിൽ നൽ എന്ന് വെച്ചാൽ ടാപ്പിൽ നിന്നും ജലമെടുത്ത് കുളിക്കുകയും ചെയ്യും. ഉസ്കാ ഗറെ ബാരിഷ് മേ തക് ഗയാ ഥാ, അദ്ദേഹത്തിൻ്റെ വീട് ബാരിഷ് മഴയിൽ തകർന്നു പോയി. പഹലെ സിർപ്പറെ ബോച്ച് ഡോത്താത, ആദ്യം അദ്ദേഹത്തിൻ്റെ കാം എന്ന് വെച്ചാൽ സിർപ്പറെ ബോച്ച് ഡോത്താത, തലയിലെ ബോച്ച് എന്ന് വെച്ചാൽ ഭാരം. പഹലെ ഇസ്കാ കാം, അയാളുടെ ജോലി എന്ന് വെച്ചാൽ തലയിലെ ബോച്ച് ഭാരം ടോന ചുമക്കുക എന്നതായിരുന്നു. ഏക്ക് ദയാലു ആത്മീ, ഒരു പാവപ്പെട്ട ദയാലുവായ മനുഷ്യൻ, പാവപ്പെട്ടെന്ന് വെച്ചാൽ പാവം സ്വഭാവം എന്ന ഉദ്ദേശിച്ചായിട്ട് ദയാലുവായ മനുഷ്യൻ പുരാന ആട്ടോ ലേലിയ, ഒരു പഴയ ഓട്ടോ എന്ത് ചെയ്തു, ലേലിയ കൊടുത്തു, അതായത് വാങ്ങിക്കൊടുത്തു. ഉസ്കെ ചെഹരെ പറെ ഫൂക്കെ അവരെ പ്യാസെ ദേക്ക, അദ്ദേഹത്തിൻ്റെ ചെഹര മുഖത്തെ ഫൂക്ക് എന്ന് വെച്ചാൽ വിശപ്പും ദാഹവും ഞാൻ കണ്ടു. ഹം ദോനോ ഏക് ഹി ശഹർ മേം അലഗ് അലഗ് മൗസമോ മേം രഹത്തെ ഹായ്, ഹം ഞങ്ങൾ രണ്ടുപേരും ഒരു ശഹർ പട്ടണത്തിലെ അലഗ് അലഗ് വ്യത്യസ്തമായ മൗസമോ മേ രഹത്തെ ഹി സാഹചര്യങ്ങൾ ജീവിക്കുന്നു. അന്നോറെ ഫൂക്ക് കെ മൗസമോ മേം ഗറോറെ ബേക്കറോ കെ മൗസമോ മേ, അന്നെന്ന് വെച്ചാൽ ആഹാരവും, ഫൂക്ക് വിശപ്പിൻ്റെയും സാഹചര്യത്തിലെ, ഗർ വീടുള്ളതിൻ്റെയും ബേക്കർ വീടില്ലാത്തതിൻ്റെയും സാഹചര്യത്തിൽ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ആ ലേഖികയുടെ ഡയറിയാണ് അതുകൂടി. അപ്പോഴേ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഏതൊക്കെയാണോ ചോദിക്കാൻ കൊള്ളുന്ന എല്ലാ ഡയറികളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഡയറി പിന്നീട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എല്ലാം കൂടെ ആഡ് ചെയ്ത് ഫുൾ ഫോമാറ്റായിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഫുള്ളേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അതുണ്ടാകും കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ